നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിടിലൻ അച്ചാറുമായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അച്ചാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജസില. അവള് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ റെസിപ്പി ടൈപ്പ് ചെയ്തിട്ട് അയച്ചു തന്നതാണ്. അപ്പം ഞാൻ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ സംഭവം നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ചാർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഓരോ നാട്ടിലും ഒക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ കയ്പ ഇഷ്ടമില്ലാത്തവരായിരിക്കും ഈ കയ്പ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു സംശയവും വേണ്ട, കയ്പ ഇഷ്ടമില്ലാത്തവരും നല്ല ആസ്വദിച്ച് കഴിക്കും. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും ആ കയ്പയ്ക്ക് കയ്പ ഇല്ലെങ്കിൽ എങ്ങനെയാണ് കഴിക്കാന്ന്. അങ്ങനെ പറയുന്നവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പം അതൊക്കെ അങ്ങനെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്താണ് അതായത് കയ്പ് വേണം എന്നുള്ളവരും അല്ലാത്തവരൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് സാധാരണ അച്ചാറൊക്കെ കുറേ ദിവസം പഴകും തോറുമാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക. അതുപോലെ തന്നെയാണ്, പക്ഷേ ഇത് ഇട്ട ഉടനെ തന്നെ നമുക്ക് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് വേറെ വേണ്ടതെന്നുള്ളതും അതുപോലെ എങ്ങനെയാണ് ഈ ഒരു കയ്പ അച്ചാർ ഉണ്ടാക്കുന്നതെന്നും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 3 പാവയ്ക്ക അല്ലെങ്കിൽ കയ്പക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ പാവയ്ക്ക ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം മരുന്നടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് വിനീഗറിലൊക്കെ ഇട്ട് വെച്ച് നന്നായി ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. 3 പാവയ്ക്ക മീഡിയം സൈസുള്ള. അതിനുശേഷം നമ്മൾ കൂട്ടുമൊക്കെ കളഞ്ഞിട്ട് ഇത് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ പാവയ്ക്ക മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ബൗളിലോട്ട് ഇട്ട് ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പം കല്ലുപ്പാണ് ഇടുന്നത്, നമുക്ക് സാധാരണ പൊടി ഉപ്പ് ഇട്ടാലും മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5-2 ടേബിൾ സ്പൂണോളം വിനീഗർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഉപ്പും വിനീഗറും ഒക്കെ കയ്പയുടെ അല്ലെ പാവയ്ക്കയുടെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരമണിക്കൂർ ഇത് ഇവിടെ നിൽക്കട്ടെ കേട്ടോ. അരമണിക്കൂറിൽ കൂടുതലാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ഇത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ പുരട്ടിയിട്ട് വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റും നമ്മൾ പാവയ്ക്ക കട്ട് ചെയ്ത പോലെ തന്നെ നീളത്തിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്, അതിവിടെ നിൽക്കട്ടെ. ഇനി വേണ്ടത് മാങ്ങയാണ്, പച്ചമാങ്ങ. നമ്മൾ ചെറിയ പച്ചമാങ്ങയാണ് 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പം പുളി അനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടെ കൂട്ടിയെടുക്കുക. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് പാവയ്ക്കയും അതുപോലെ തന്നെ ക്യാരറ്റും കട്ട് ചെയ്ത പോലെ തന്നെ നീളത്തിലാണ്. ഇനി ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യാം. നമ്മളിതിൽ 4 പച്ചമുളക് എടുക്കുന്നുണ്ട്. അതുപോലെ ബാക്കി നമ്മൾ കാന്താരി മുളകാണ് എടുക്കുന്നത്. ഒരു 30ഓളം ചെറിയ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവ് നോക്കിയിട്ട് എടുക്കാം. അപ്പം കാന്താരി അത്ര ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളകും കൂടി ഇട്ടിട്ടുള്ളത്. കാന്താരി മാത്രമാണെങ്കിലാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പം നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ കാന്താരി ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം കുറേ ഉണ്ടെങ്കിൽ എല്ലാം മുറിച്ച് കൊടുക്കണം എന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് നമ്മൾ ഒരുപാട് ചെറുതാക്കിയിട്ടല്ല മുറിച്ചെടുക്കുന്നത്. അതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാം. ഇനി നമുക്ക് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചിയും വേണം കേട്ടോ. വെളുത്തുള്ളി ഏതാണ്ട് ഒരു 30-35 അല്ലി വേണം. അതുപോലെ തന്നെ ഇഞ്ചി ഒരു 1.5 ഇഞ്ച്. അപ്പോൾ ഇഞ്ചി ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അഥവാ ഇഞ്ചി ഇല്ലെങ്കിലും പക്ഷെ വെളുത്തുള്ളി എന്തായാലും ചേർക്കണേ. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. ഞാനിപ്പോൾ വലിയ ഇല ആയതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പാവയ്ക്ക ഉപ്പും അതുപോലെ തന്നെ വിനീഗറും ചേർത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഉപ്പ് അലിഞ്ഞ വെള്ളം ഉണ്ടാവും, അതുപോലെ വിനീഗർ ഉണ്ടാവും. അത് രണ്ടും നല്ലപോലെ പിഴിഞ്ഞിട്ട് നമ്മൾ വേറെ പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കയ്പ് ഇഷ്ടമാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഈ ഒരു വെള്ളം പിഴിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അച്ചാറാണ് ഉണ്ടാക്കേണ്ടത്. ഒരുപാട് കാലം കേടാവാതെ നിൽക്കേണ്ടതാണ്. അപ്പം നമ്മൾ അത്രയും വൃത്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. കയ്യിൽ വെള്ളം പാടില്ല. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ ഒരു പാത്രം എടുത്തു, അതിലേക്ക് നല്ലെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന. ഒരു 4 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കും. നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തൊന്ന് മൂപ്പിക്കുകയാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി
പിന്നെ കറിവേപ്പില ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. മൂപ്പിച്ചിട്ട് നമുക്കറിയാലോ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ആ ഒരു മണം വരണം, ആ ഒരു പച്ച മണമൊക്കെ പോയിട്ട് മൂത്ത മണം വരണം, അതുവരെ നമ്മളിത് വഴറ്റി കൊടുക്കണേ. അപ്പോൾ ഇത് ഒന്ന് മൂത്ത് വരുന്ന സമയം നമ്മൾ ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ കാന്താരി മുളകും രണ്ടും എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയം നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇല്ല അത്രയും കുറവ് മഞ്ഞൾപ്പൊടി ചേർക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ, വേവൊന്നും വേണ്ട, ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പാവയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ചേർത്തിട്ട് ഇനിയിപ്പം ക്യാരറ്റും അതുപോലെ തന്നെ പാവയ്ക്ക ഒന്ന് വെന്ത് വരണം, ഈ എണ്ണയിൽ തന്നെ കിടന്നിട്ട്. അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ എണ്ണയിൽ നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പാവയ്ക്ക് അതുപോലെ ക്യാരറ്റും ഒന്ന് വെന്ത് ഒരു 1/4 ഭാഗത്തിൽ കൂടുതൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഇങ്ങനെ ചുരുങ്ങി വരും, കുറഞ്ഞു വരും, അപ്പോൾ അത് നോക്കിയാൽ മതി. ഈ ഒരു സമയം നമ്മൾ ഇതിലേക്ക് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ പാവയ്ക്ക കുറച്ച് ഉപ്പും വിനിഗറും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ മാങ്ങ ചേർത്ത് ഒരുപാട് കുക്കാവുമൊന്നും വേണ്ട, വെന്ത് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയേ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്, മാങ്ങയൊക്കെ ചേർന്നിട്ടുണ്ട്. നമ്മൾ പാവയ്ക്കയും ക്യാരറ്റും വേവാൻ വേണ്ടി ഒരു 10 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ആകെ 1 മിനിറ്റ് ഏതാണ്ട് അത്രേ വരുന്നുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരു പിഞ്ച്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് തണുക്കണം. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വിനിഗർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2-3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം വിനിഗർ. അപ്പോൾ നമ്മൾ നേരത്തെ പാവയ്ക്കയിൽ ചേർത്ത വിനിഗർ മുഴുവൻ കളഞ്ഞതായിരുന്നു, അപ്പോൾ അത് കളയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ കയ്പ്പ് ഇഷ്ടമാണെങ്കിൽ അത് ഉപയോഗിക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത്രത്തോളം വിനിഗർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ മാങ്ങയുടെ പുളി നോക്കിയിട്ട് വിനിഗർ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും വിനിഗർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അച്ചാർ നല്ലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റാം. ഇനി നമ്മൾ വിനിഗർ നേരത്തെ ചേർത്ത് കൊടുത്തല്ലോ, അതിന് പകരമായിട്ട് ബോട്ടിലാക്കിയതിന് ശേഷം അങ്ങനെയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നാളെ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. പക്ഷേ കൂടുതൽ ദിവസം ഇരിക്കുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരും. ശരിക്കും പറഞ്ഞാൽ ചോറൊക്കെ കഴിക്കുമ്പോൾ ഇത് തന്നെ മതി ധാരാളം. കയ്പൊക്കെ ഇഷ്ടമുള്ളവർക്കും അതുപോലെ തന്നെ കയ്പാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.